അപ്പോൾ കണ്ടോ ഇത് J33 ചക്കയുടെ പ്ലാന്റ് ആണ്. അടിപൊളി ഒരു പ്ലാവാണല്ലോ. ഇഷ്ടംപോലെ വലിയ തൈകൾ കേട്ടോ, ചെറുതല്ല. എത്ര കൊടുക്കുക? ഇത് സത്യത്തിൽ നമ്മൾ 1000 രൂപ കൊടുത്തിന് പ്ലാന്റ്. ഒരു ഓഫർ ഇതേ ഇതിൽ തന്നെ ഞാൻ പല നഴ്സറികളിൽ 1200 ഈ സൈസ് തൈന് കണ്ടത്. ഇത് നമുക്ക് ഓഫർ റേറ്റിൽ 700 രൂപ കൊടുക്കാം. 700 ഇത്രയും വലിയ തൈ. അടിപൊളി കേട്ടോ. ഇതിന്റെ പിന്നെ ഒന്നും കൂടെ പറയല്ലേ, ഇതിന്റെ J33 ഏറ്റവും ചെറിയ തൈ 50 രൂപ മുതൽ തൈകളുണ്ട് ഇവിടെ. 50 രൂപ മുതൽ നമുക്ക് കൊടുത്തു തുടങ്ങാം. 50 രൂപ മുതൽ J33 ഉണ്ട്, കംബോഡിയൻ ഉണ്ട്, വിയറ്റ്നാം മെർലിൻ. ഇത് 50 രൂപയ്ക്ക് തൈകളുണ്ട് ഇവിടെ. ഇതിപ്പോ നമുക്ക് 700 രൂപയ്ക്ക് 700 രൂപയ്ക്ക്. ഇത് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിടത്തെ മലപ്പുറം ടൗണിന്റെ അടുത്ത് പെരിങ്ങോട്ടുപുലം, പിന്നെ മലപ്പുറം കലക്ടറേറ്റിൽ നിന്ന് മൃഗാശുപത്രിന്റെ റോട്ടിന് വരാം. കോഴിക്കോട് പാലക്കാട് റോട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ ഇങ്ങോട്ട് കയറാനുള്ള കൂട്ടിലങ്ങാടി അടുത്തുനിന്ന് ലൊക്കേഷൻ ഇതിൽ കിട്ടും. പിന്നെ ചട്ടിപ്പറമ്പ് വന്ന് വരികയാണെങ്കിൽ 3.5 കിലോമീറ്റർ ഉണ്ട് വീട്ടിലെത്താം. റഷീദ് ഇതിപ്പോ എന്താ കാണുന്നത്? അടിപൊളിയായിട്ട് ചാമ്പ കാഴ്ചകളല്ലോ. ഇതാണ് ശരിക്കും ഒറിജിനൽ ഉമ്മർ ചാമ്പ. ഇത്ര റിസൾട്ട് കിട്ടില്ലത്. അതായത് നമ്മൾ ഉമ്മർ ചാമ്പ ഉമ്മർ പിടിപ്പിച്ച് അതിന്റെ റിസൾട്ട് അറിഞ്ഞ് അതിന് നല്ലൊരു പേരും ആളുകൾ കൊടുത്തതിന് ശേഷം ഫസ്റ്റ് കൊടുന്ന് വെച്ച മരമാണ് ഞാനിത്. നമ്മൾ കാലപ്പഴക്കം എന്ന് പറയുമ്പോൾ കാലപ്പഴക്കം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6 വർഷം 7 വർഷമായിട്ടുണ്ടാവും. ഇതിമെന്ന് ഉള്ള തൈകളാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് നമുക്ക് 100% ഉമ്മർ ചാമ്പ എന്ന് വിശ്വസിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചാമ്പയാണ്. ഇതിൽ ഇനി ഒരു വേരിയേഷൻ ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പിന്നെ തൃശ്ശൂരൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ ഇതൊക്കെ അടിച്ചിട്ട് ടാഗൊക്കെ അടിച്ചിട്ട് ഉമ്മർ ചാമ്പ, അതിൻ്റെ ലീഫ് ഇതിലായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ നമുക്കിത് 100% വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഉമ്മർ ചാമ്പ എന്ന് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു മരമാണിത്. ഇങ്ങനത്തെ 2-3 മരം എൻ്റെ കയ്യിലുണ്ട്. അതിമെന്ന് മാത്രമാണ് ഞാൻ ഇപ്പോൾ തൈകൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ഉമ്മറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങിക്കൊടുന്ന്, വളാഞ്ചേരിയുള്ള ഉമ്മറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കൊടുന്ന് നമ്മൾ ചെയ്തുണ്ടാക്കിയ തൈയാണ്. 100% വിശ്വസിച്ച് എല്ലാവർക്കും ഇത് വാങ്ങാൻ പറ്റും. പിംപോങ്ങിൽ റൂബി വരുന്നത് കേട്ടോ. പിംപോങ്ങിൽ റെഡ് കളർ, അതായത് റെഡ് പഴം വരുന്നത്. അത്യാവശ്യം നല്ല, കഴിഞ്ഞ വർഷം ഉണ്ടായതിനാണ്. അത്യാവശ്യം നല്ല വലിയ ഫ്ലഷും ഉണ്ട്. അത്യാവശ്യം നല്ല ഒരു റിസൾട്ടുള്ള സാധനം കേട്ടോ. ഇതൊരു കളക്ഷൻ എന്നുള്ളതിൽ ആൾക്കാർക്ക് എന്തായാലും നിർബന്ധമായിട്ടും വെക്കേണ്ട ഒരു സംഭവമാണ്. കാരണം ഇതാണ്, അതൊക്കെ ഫ്ലവറിങ് വരാണ്ടല്ലോ. ഇതൊക്കെ ഫ്ലവർ ആണ്ട വരുന്നുണ്ടല്ലോ. നല്ല ഭംഗിയാണ്, അത്യാവശ്യം നല്ല ഫ്ലഷും ഉണ്ട്. കാരണം റൂബിക്ക് എന്താ പ്രശ്നം, റൂബിൻ്റെ ഫ്ലഷ് കുറവാന്നുള്ളൊരു അഭിപ്രായമാണ്. പക്ഷേ ഈ റൂബിക്ക് ഫ്ലഷ് കൂടുതലാണ്. അതായത് പിംപോങ്ങിനെ കുറിച്ച് അറിയുന്നവർക്കൊക്കെ അറിയാം. അത്യാവശ്യം നല്ല ഫ്ലഷ് ഉള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ തൈകളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ തൈകൾ ഇവിടെ സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഏകദേശം ലോങ്ങൻസ് ഒക്കെ നമ്മൾ കാലാവസ്ഥയിൽ കായ്ക്കും. അതിന് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നല്ല ചൂട്, നല്ല ഓപ്പൺ സ്ഥലമാവുക, വെയിൽ കിട്ടുക, വെള്ളം കിട്ടുക, നല്ല വളം കൊടുത്താൽ എന്തായാലും ഒരുവിധം പ്ലാന്റ്സുകളൊക്കെ 1 വർഷം 2 വർഷം കൊണ്ട് കായ്ക്കുന്നുണ്ട്. പിന്നെ 3 വർഷം കൊണ്ട് കായ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, മെഡിസിൻ ഒഴിച്ചിട്ട് കായ്ക്കുന്നുണ്ട്. പക്ഷേ മെഡിസിൻ ഒഴിച്ചിട്ട് കായ്ക്കണമെന്ന് വെച്ചാൽ കൊമേഴ്സ്യൽ രീതിയിൽ ചെയ്യണവർക്കാണ് അത് കൂടുതലും നല്ലത്. കാരണം അല്ലെങ്കിലും ചെയ്യാം, പക്ഷേ അത്യാവശ്യം നല്ല കായ പിടുത്തമുണ്ട്. പക്ഷേ ആളുകൾക്ക് നമ്മൾ പറയുമ്പോൾ എന്താ വെച്ചാൽ മരുന്ന് ഒഴിച്ച് കായ്പ്പിക്കുക എന്നൊക്കെ വെച്ചിട്ട് ഒരു റീമാർക്കുള്ള പോലെ. പക്ഷേ അത് അങ്ങനെയല്ല സത്യത്തിൽ. അത് വലിയൊരു സംഭവമൊന്നുമില്ല. നമ്മളെന്തോ വലിയൊരു സംഭവമായിട്ട് ആളുകൾ തോന്നിയിട്ടാണ്, അതൊന്നുമല്ല. പക്ഷേ നല്ല കായ്പത്താൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടി നമുക്ക് തോട്ടത്തിൽ കാണിക്കാം. ലോങ്ങിന്റെ നമുക്ക് കുറച്ച് തൈകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുത്താലോ? എന്താ കൊടുക്കണേ, എന്താ നമ്മള് ഇത്ര കാലമായിട്ട് നമ്മള് എത്ര കസ്റ്റമർ നമുക്കുള്ളത്. പിന്നെ ഏകദേശം ഒരു മാസത്തിൽ 2000 തൈകളാണ് ഞാനിവിടെ ലോങ്ങിന്റെ തൈകൾ ഇറക്കുന്നത്, പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഈ തൈകൾ ഞാൻ വർഷം 4-5 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മള് എത്ര ആളുകൾ കയ്യിലാണ് നമ്മൾ ലോങ്ങിന്. നമ്മള് മലപ്പുറം ജില്ല മാത്രമല്ല, കേരളമല്ല, അതർ സ്റ്റേറ്റിൽ പോയിട്ട് ദുബായിൽ പുറത്ത് വരെ ഈ സാധനന്റെ തൈകൾ പുറത്ത് പോയിട്ടുണ്ട്. അപ്പൊ ഒന്നും നോക്കണില്ല, നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് തൈകൾ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട്. ഓക്കെ. പിന്നെ എൻ്റെ കയ്യിൽ അടുത്തതായിട്ട് പറയാൻ പറ്റുന്ന സംഭവമാണ് ജബോട്ടിക്കാവ. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സാധനം. എടുത്തു പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് ഏകദേശം ഒരു 1000-2000 ഒരു തൈകൾ ഇപ്പോൾ സ്റ്റോക്കായിട്ട് ഏകദേശം കായ്ച്ച മരം ഇങ്ങനെ ഒരു 200-300 തൈകൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഞാൻ ഫസ്റ്റിൽ കായ്ക്കാൻ തുടങ്ങി, അതായത് ജബോട്ടിക്കാവിടെ ഇറങ്ങുന്ന സമയം മുതലേ എൻ്റെ കയ്യിൽ ജബോട്ടിക്കാവിൻ്റെ പ്ലാന്റ്സ് ഉണ്ട്. ഒരുവിധം നഴ്സറിക്കാരും എല്ലാവരും വന്നിട്ട് എൻ്റെ അടുത്ത് തന്നെ എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നത്. കാരണം നമ്മൾ 5000-10000 തൈകൾ ഇപ്പം വിറ്റിട്ടുണ്ട് ഏകദേശം. പിന്നെ അപ്പോൾ ഒരുപാട് വലുപ്പത്തിലുള്ള എല്ലാ വെറൈറ്റി, ഏകദേശം 32ഓളം വെറൈറ്റി ജബോട്ടിക്കാവും എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അത് എത്ര രൂപ മുതലുള്ള നമ്മുടെ അടുത്തുള്ളത്? നമ്മളടുത്ത് 150 രൂപ മുതലുണ്ട്. 150 രൂപ മുതലുണ്ട്. 150 രൂപ മുതലിട്ട് 45000 വിലയുള്ള മരങ്ങളുണ്ട്. 45000ൻ്റെ ജബോട്ടിക്കാവൻ ചോദിക്കുമ്പോൾ അത്ഭുതപ്പെടേണ്ട. ഏകദേശം ഒരു 10 വർഷം 15 വർഷമൊക്കെ പഴക്കമുള്ള മരങ്ങളാണ്. അതിന് നമുക്ക് അത് കിട്ടിയാലും നമുക്ക് മുതലാക്കാം. അന്നത്തെ കാലത്ത് അത്രയും വില കൊടുത്ത് വാങ്ങിയ സംഭവങ്ങളാണ്. പിന്നെ അതിന്റെ കെയറിങ്ങും ഒക്കെ നമുക്ക് അതിന്റെ ഒരു കാഴ്ചത് ഞാൻ ഇതിന്റെ അടുക്ക് 1500 രൂപ കൊടുത്തിരുന്നു അന്ന് രഞ്ജിത്തന്നെ വീഡിയോ. അതിപ്പോ തീർന്നു, കാരണം അത്രയും ആളുകൾ വന്ന് എടുത്തിട്ട് പോയി. കാരണം 100 പീസോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ 2000 മുതൽ നമുക്ക് കാഴ്ച തൈകൾ കൊടുക്കാൻ പറ്റും. നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഇത്തവണ ഒരു ജബോട്ടിക്കാവ ഫ്രീ ആയിട്ട് കൊടുത്താലോ? ഒന്ന് കൊടുക്കാം, അതിനെന്താ. ഒരു വലിയ തൈ തന്നെ ഫ്രീ ആയിട്ട്. നമ്മളെന്താ വെച്ചാൽ ഇതൊക്കെ നമ്മളെ എന്താ പറയാ,
നമ്മൾ ഓൾ ചില പ്രൊഡക്ഷൻ ആളുകളെ കൊണ്ട് നമുക്ക് ഉപകാരം നടക്കല്ലേ. ഈ ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കണമെങ്കിൽ നമുക്കൊരു വിഷയമല്ല. വിഷയമില്ല. അതേപോലെ ഈ ജബോട്ടിക്ക പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നൊരു മുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന്ന് നല്ലൊരു തൈ, അതായത് മോശമില്ലാത്തൊരു തൈ, ഒരു ഏകദേശം ഒരു 6-7 വർഷമുള്ള ഒരു 10 അടി ഉള്ള തൈ, കായോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഫ്ലവറോട് കൂടിയിട്ടുള്ള തൈയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, വെറൈറ്റി ഇത് റൂബി ഇതാ പൂവുള്ളത് ഉണ്ടാ, ചെറുതിൽ തന്നെ പൂവ് വരുന്നുണ്ടോ, ഇതാ വയറ്റിലൊക്കെ ചെറുതിൽ പൂവ്. ഈ പൂവിട്ടെന്ന് എഴുതിക്കാണ് ഇതിൽ വലിയൊരു സംഭവം ഒന്നുമല്ല. ഇതൊക്കെ ഒരു 600 രൂപ കൊടുക്കണം ചെയ്യാട്ടോ. ആ റേഞ്ച് വരുള്ളൂ. റേഞ്ച് വരുന്നത് പൂവോട് കൂടിയിട്ട്, റൂബിയൊക്കെ പൂവോട് കൂടിയിട്ട് 600 രൂപക്ക്. ഇതിപ്പോ നമ്മള് ലോങ്ങിന്റെ ഒരു സെക്ഷൻ നല്ലൊരു ചെറിയൊരു ഭാഗമാണ്. അത്രേ ഉള്ളൂ. ഏകദേശം ഒരു 5000 തൈയിന്റെ മുകളിൽ ഇപ്പം എൻ്റെ സ്റ്റോക്ക് ഉണ്ടാവും. നമുക്ക് ഹോൾസെയിലും കൊടുക്കാം. ഹോൾസെയിൽ കൊടുത്തുകൊണ്ടിരിക്കണല്ലേ, ഇഷ്ടം പോലെ സാധാരണ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇതിലൊക്കെ കണ്ടോ, നല്ല നല്ല അടിപൊളി തൈകൾ വേണമെങ്കിൽ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഇപ്പൊ ചെറിയൊരു തൈമ്പം തന്നെ പൂവിട്ട് കണ്ടല്ലോ, അത് പ്രശ്നമുണ്ടോ നിലനിർത്തി കൊണ്ടുപോകണേല്? കുഴപ്പം. അത് വൈറ്റ്, റൂബി, പിംപോങ്, 4 സീസൺ, ഈ 4 ചെറുതിലേ കായ്ക്കും. പിന്നെ അതേപോലെ തന്നെ പിന്നെ ആളുകൾ ഒരുപാട് തെറ്റിദ്ധാരണയുള്ള സംഭവം ഡബിൾ ലോങ്ങൻ, അതേപോലെ എഡോ സ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റി, അത് ഒരുപാട് സമയം പിടിക്കും. അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല കായ്ക്കണില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എൻ്റെ അടുത്ത് ചെറിയ കുഞ്ഞു തൈകൾ തന്നെ കായുണ്ട്, പൂവുണ്ട്. നമുക്ക് റിസൾട്ട് കാണിക്കാം അവിടെ. ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട്, കാണിക്കാം. ഇതൊക്കെ വൈറ്റ് ആട്ടോ പൂട്ട് വരുന്നത്. ഇതൊക്കെ ഏകദേശം 1000 രൂപ വില വരുന്ന തൈകളാണ്. വൈറ്റ് ഉണ്ട്, അവിടെ ഉണ്ട്. ഇതിനൊക്കെ വെയിലിന്റെ അംശം എങ്ങനെയാണ്? വെയിൽ വേണം, നല്ല വേണല്ലേ. ഇത് ടെറസിന്റെ മുകളിലായതുകൊണ്ടാണ് ഞാൻ ഈ പച്ച ഷീറ്റ് ഇട്ടുള്ളത്. ഞാൻ ഓവർ വെയിലായതുകൊണ്ട്. വൈറ്റിലൊക്കെ കണ്ടില്ലേ പൂട്ട് വരുന്ന. ഇതൊക്കെ ഒരു 1000 രൂപേൻ്റെ ഒക്കെ തൈയാട്ടോ, നല്ല ബുഷ് തൈയാണ് കേട്ടോ. അറേഞ്ച് വരുള്ളൂ അല്ലേ ഇതൊക്കെ? ഇതുണ്ടോ, ഇതിപ്പോൾ എഡോ സ്റ്റാർ എന്നാണ് വെറൈറ്റി. കണ്ടോ, ഇതിപ്പോൾ എത്രയല്ലേ ഉള്ളൂ തൈ, കണ്ടോ, എഡോ സ്റ്റാർ ആണ് വെറൈറ്റിയാ. ഇത്രയും ചെറിയ തൈയിലുള്ള ഇപ്പോൾ കണ്ടോ, കാഴ്ച കണ്ടില്ലേ, പൂട്ട് കണ്ടില്ലേ. ഇതുണ്ടോ, ഇതാണ് പിംപോങ്. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ വെറൈറ്റികളൊക്കെ ചെറിയ തൈയിൽ തന്നെ പൂട്ട് കൊണ്ടിരിക്കണം. ഇതൊക്കെ നമ്മൾ ബ്ലാക്ക് ലീഫ് ഇല്ലേ, ന്യൂ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൈകളാട്ടോ. അതൊക്കെ തൈകൾക്കൊരു കുറവില്ല കേട്ടോ. ഇതൊരു എൻ്റെ ഒരു സ്ഥലമാണ്, ഒരു ചെറിയൊരു ഏരിയയാണ്. ഒരുപാട് ഏരിയകളിലുണ്ട്. അതൊക്കെ 4 സീസൺ. അതാണ് അവിടെ, ഇതാണ്, അതൊക്കെ 4 സീസണാണ്. കണ്ടോ, ഇതിൽ നല്ല തൈകളാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത തൈകളാണ്. ഒരു മീഡിയം തൈയാണിത്. ഇതൊക്കെ നമുക്ക് ഫ്ലവർ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര സമയം പിടിക്കും? ഇതിൽ ഫ്ലവർ വന്നിട്ടുണ്ടാവും, ചിലത്തിലൊക്കെ വന്നിട്ടുണ്ടാവുമല്ലേ. വെയിറ്റിംഗ് വേണ്ട. ഇതൊക്കെ ഇപ്പോൾ പെട്ടെന്ന് വരും. ഈ മഴ ഇവർക്ക് എങ്ങനെയാണ് ബാധിക്കുമോ? മഴ പ്രശ്നമൊന്നുമില്ല, മഴയും വെയിലും ഒന്നും പ്രശ്നമില്ല. ഒന്നും പ്രശ്നമില്ല. വെയിൽ മസ്റ്റാണ്, വേണമെന്നുള്ളൂ. ഇതാ കണ്ടോ, പറയണല്ലോ കേട്ടോ, കണ്ടോ പൂ വരുന്നുണ്ടോ. ഇതാകുമ്പോൾ 4 സീസൺ ആകുമ്പോൾ 2-3 പ്രാവശ്യമായിട്ട് എന്തായാലും കണ്ടിന്യൂ ആയിട്ട് കായ്ച്ചുകൊണ്ട് നിൽക്കും. അതിൻ്റെ മരങ്ങൾ നമ്മൾ അവിടെ കാണിക്കാം, കായ്ച്ചുകൊണ്ട് നിൽക്കുന്ന കായുള്ളതും തൈയിൽ ഇതുള്ളതും എല്ലാം ഇതൊക്കെ കാണിക്കാം നമുക്ക് അവിടെ. റഷീദ്, നിങ്ങൾ ഇതിന് സ്പെഷ്യൽ വളം എന്തെങ്കിലും കൊടുക്കണ്ട? അതെങ്ങനെ കായ്ച്ചിക്കണല്ലത്? ഇത് എനിക്ക് തോന്നണം എന്താ പറയുക, ഞാൻ ഇതിനൊന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് തോന്നുന്നത്. അതാണല്ലത്. എല്ലാ സമയത്ത് വന്നാലും ഇതേപോലെ പഴം കണ്ടതാ, പഴുത്തതുണ്ട്, പച്ചുണ്ട്, ചെറുതുണ്ട്, പൂവുണ്ട്. ഇനി എന്താ ബാക്കി? ശരിക്കും ഈ പൂവ് ഇല നിൽക്കണേക്കാട്ടും കൂടുതൽ ഇതാണ് ശരിക്കും 360 ദിവസം കായ ഉണ്ടാവുന്ന പറഞ്ഞ സാധനം. അതിലൊരു ഇത് കൺഫ്യൂഷനും വേണ്ട. പിന്നെ എന്താ പറയുക, നമ്മൾ ഈ ഒരു മരം തന്നെയാണ്, എൻ്റെ അടുത്ത് വലിയ 3 മരങ്ങളുണ്ട്. നമ്മൾ ഇതിമെന്ന തൈ, ഞാൻ എല്ലാവരും ഇതിന് ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇത് കഴിച്ച ആളുകളും തൈ കൊണ്ടാണ് എൻ്റെ അടുത്ത് പോകണില്ല. പിന്നെ കുഞ്ഞ് തൈ മുതൽ ഇതിന് കായാണ്, പിന്നെ അത് കണ്ടിന്യൂ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ആരെ വീട്ടിലൊന്നും ചട്ടിയിലോ മണ്ണിലോ എവിടെയും വെക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. ഞാൻ ഇത് എടുത്തെടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് കുറേ തൈകൾ ഉണ്ടായതുകൊണ്ടല്ല, പക്ഷേ ഇത് നമ്മൾ നല്ല ആരും ഒരു മൈനസ് പറയാത്ത, നെഗറ്റീവ് പറയാത്ത ഒരു സംഭവമാണ്. അത് സത്യമാണ്. ഇതിന് സീഡ് കാരണം വളരെ ചെറുതാണ്. സീഡില്ല, സീഡ് നമ്മൾ കഴിക്കാൻ അറിയില്ല. നമ്മളെ മുളകിന്റെ നൈസ് കുരുവിനെക്കാട്ടി നൈസ് സീഡ് എന്ന് പറയാൻ കഴിയില്ല, അത്ര ഇതാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ തൈകൾ എത്ര രൂപ? തൈകൾ നമ്മൾ ഒരു 300 രൂപ മുതൽ തൈകളുണ്ട്. 300 രൂപ എന്ന് പറഞ്ഞാൽ അതൊരു അധികമായിട്ട് നിങ്ങൾക്ക് ആർക്കും തോന്നണ്ട. അത് അതിനുള്ള ഗുണമുണ്ട്. നമ്മൾ അതും ഇതൊക്കെ ഉണ്ടല്ലോ, വേറെ ഓരോ സംഭവങ്ങൾ 1000-2000 കൊടുത്ത് ഒന്നിനും കൊള്ളാത്ത ഒരുപാട് ഫ്രൂട്ട് ആളുകൾ വാങ്ങിപ്പോകുന്നുണ്ട്. ഇത് നമുക്ക് 100% വിശ്വസിച്ച് കൊടുക്കാനും ഒരാളും നെഗറ്റീവ് വരാതിരിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണിത്. ടേസ്റ്റ് ബേസ് ആണെങ്കിലും കായപ്പെടുത്തില്ലാണെങ്കിലും. ഇനി നോട്ടം കുറവാണ്, ആളുകൾ നോക്കാനും കഴിയില്ലെങ്കിൽ, എന്നാലും ഇത് കായ്ച്ചും പൂത്തുകൊണ്ടേയിരിക്കും. നാംഡോക്കുമായി ഗോൾഡ്, ഗ്രീന്, പർപ്പിൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇറങ്ങുന്നുണ്ട്. പക്ഷെ നമ്മൾ മണ്ണുത്തിന്ന് ഏത് തൈ വാങ്ങണമെങ്കിലും ഗോൾഡിൻ്റെ ഫോട്ടോ അയച്ചിട്ടാണ് നമ്മളിത് കാണിക്കുന്നത്. ഗോൾഡിൻ്റെ ഫോട്ടോ ആണ് അതിലൊക്കെ ഉണ്ടാവുക. പക്ഷേ ഒറിജിനൽ ഗോൾഡ് കണ്ടോ, ഈ കളർ വരും. ഇത് പഴുത്തതൊന്നുമല്ല, ഇതിങ്ങനെ തന്നെയാണ് ഇതിൻ്റെ നാച്ചുറൽ കളർ. കണ്ടോ, എന്താ ഇതിൻ്റെ കളർ നോക്കി, ഇതാണ് ഒറിജിനൽ ഗോൾഡ്.
അപ്പോൾ ഇതെന്താ പറയുക, ഒരുപാട് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് മണ്ണുത്തിൽ നിന്ന് ഗോൾഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ അടുത്തൊരു 10-50 മരമുണ്ട്. അതിൽ മൊത്തം ഞാൻ കമ്പെടുത്തിട്ട് ഞാൻ തന്നെ ചെയ്തുണ്ടാക്കുകയാണ്. ആ തൈകളാകുമ്പോൾ നമുക്ക് ഗോൾഡ് പറഞ്ഞാൽ തന്നെ കൊടുക്കാൻ പറ്റും. ശരിക്കും ഗോൾഡിൻ്റെ ഒരു ഭംഗി അപാര ഭംഗിയാണ്, ഒന്നും പറയാനില്ല. ഇതിൻ്റെ തന്നെ ഗ്രീന് വേറെയും വരുന്നുണ്ട്. ഗ്രീന് വേറെ വരുന്നുണ്ട്, പർപ്പിൾ വരണം. പക്ഷേ പർപ്പിൾ എന്ന് പറഞ്ഞാൽ വരുന്നത് പർപ്പിൾ അല്ല. അത് പർപ്പിൾ എന്ന് പറഞ്ഞാൽ പർപ്പിൾ ആവുന്നുണ്ട്, പക്ഷേ നാംഡോക്കുമായി അല്ല. പലരും അത് നാംഡോക്കുമായി പർപ്പിളാന്ന് പറയുന്നത്. നാംഡോക്കുമായി പർപ്പിൾ പറഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ കണ്ടാറില്ല, ഇതേ ഷേപ്പിലാണ് വരിക. ഈ ഷേപ്പിൽ വരുന്നതാണ് നാംഡോക്കുമായി പർപ്പിൾ ഒറിജിനൽ ആണെങ്കിൽ. പക്ഷേ അതൊക്കെ മറ്റുള്ളതൊക്കെ വരുന്നതൊക്കെ വേറെ ഓരോ മാങ്ങകളാണ്. ആളുകൾക്ക് ഇതിൻ്റെ ശരിക്കും സത്യം പറഞ്ഞ പേരുകളൊന്നും അറിയില്ല. ഒരു മാങ്ങന് ഒരു 10 പേരുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഡ്രമ്മിൽ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ നമ്മുടെ അടുത്ത് എത്ര രൂപ മുതലുള്ളത്? ഇത് തൈ 300 രൂപ മുതൽ. ഇപ്പോൾ ഈ ഡ്രമ്മ് സെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ? ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ അങ്ങനെ സെറ്റ് കൊണ്ടുപോകണവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അതേ വെയിറ്റും താങ്ങി കൊണ്ടുപോകണം. വണ്ടി വാടകയ്ക്ക് ഒരു സംഖ്യ വരും. നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മളിവിടെ വണ്ടി കയറ്റി കൊടുക്കും. അവർ വണ്ടി വാടക കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കാൻ റെഡിയാണ്. ഏത് വലുപ്പമുള്ളത് ഏത് ഡ്രമ്മിൽ നമ്മൾ ചെയ്ത് കൊടുക്കാൻ റെഡി. അമേരിക്കൻ റെഡ് പൾമർ എന്ന് പറഞ്ഞ മാങ്ങയാണ്. റെഡ് പൾമർ അല്ലേ? അതിൽ തന്നെ അതേ ഷേപ്പിൽ തന്നെ വന്ന വേറെയും പേരിലൊക്കെ വന്നതുണ്ട്. ഇനി ഏതൊക്കെ മാങ്ങളെന്ന് നമുക്ക് തന്നെ മനസ്സിലാവണില്ല ചിലതൊന്നും. കണ്ടോ ഇവിടെ ഇതൊക്കെ സത്യം പറഞ്ഞ ഒരേ പേരിൽ വന്നാണ്. അതെ അതെ, ഇതിന്റെ കളർ ഉണ്ടോ, എന്താ ഭംഗിയില്ലേ? ഒരു വേറൊരു കളറല്ലേ, നമ്മളെ ഒരു റെഡും അല്ല എന്നാ യെല്ലോ അല്ല, അങ്ങനെ ഒരു. അപ്പൊ ഇതൊക്കെ ഇപ്പൊ എത്ര വർഷമുള്ള പ്ലാന്റാ? ഇതൊക്കെ ഇപ്പൊ ഒരു 3 വർഷമായിട്ടുണ്ടാവുള്ളൂ. അത്ര ആയിട്ടുള്ളൂ അല്ലേ? ഇതിൽ എത്ര വേണമെങ്കിലും വലിയ പ്ലാന്റുകൾ അടുത്തുണ്ട് കേട്ടോ. ഇതൊന്നുമല്ല, ഇതിവിടെ കുറച്ച് വെച്ചിട്ടേ ഉള്ളൂ. വലിയ പ്ലാന്റുകൾ നമ്മൾ ഹെവി പ്ലാന്റ് അറിയില്ലേ, ആ സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട് എൻ്റെ അടുത്തിട്ടോ. ഇത് കണ്ടോ, നല്ല അടിപൊളി റെഡ് ഹൈബ്രിഡ് എസ്കാർലറ്റ് തൈകൾ കേട്ടോ. ജബോട്ടിക്ക നമ്മളെ എപ്പോഴും ഒരു ട്രേഡ് മാർക്കാണ്. അതെ, ഒരു വർഷം 1.5 വർഷം കൊണ്ട് കായ്ക്കണ സൈസ് തൈകൾ. 1.5 വർഷം കൊണ്ട് റിസൾട്ട് കിട്ടും. ഇതൊക്കെ ശരിക്കും നമ്മളൊരു 800 രൂപ വരെ കൊടുക്കാൻ പറ്റുന്ന തൈകളാണ്. നമ്മളിത് കൊടുക്കണിപ്പോൾ 500 രൂപ കേട്ടോ. 500 രൂപ കൊടുക്കുക, ഒന്നും നോക്കണ്ട. നല്ല അടിപൊളി തൈകൾ, 1 വർഷം 1.5 വർഷം കൊണ്ട് സാധനം കായ്ക്കും. ഒന്നും ചെയ്യേണ്ട, ഈ പോട്ടിൽ തന്നെ വെച്ചാൽ മതി. എല്ലാ വളങ്ങളും കൊടുത്ത് നല്ല സൂപ്പറാക്കി വെച്ചതാ. ഇതിനിപ്പോ ഒന്നും ചെയ്യേണ്ട, ഒരു 6 മാസം 8 മാസം വരെ ഇതിൽ തന്നെ നിന്നോട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ പൂവിടും. അല്ലാന്നുണ്ടെങ്കിൽ അതിന് ശേഷം ഒന്ന് പോട്ട് മാറ്റി കൊടുത്താൽ അടുത്ത സ്റ്റെപ്പിൽ പൂവിടും. ഇതാണ് ബ്ലാക്ക് മാംഗോ, കണ്ടോ? ബ്ലാക്ക് മാംഗോ അല്ലേ? ഇതിപ്പോ നമ്മളിവിടെ കായ്ച്ചതാ? ഇവിടെ കായ്ച്ചതാണ്. 3 വർഷമായിട്ട് ഈ കവറിൽ നിന്നിട്ട് കായ്ച്ചതാണ്. പക്ഷെ എന്താ ഉള്ളത് വെച്ചാൽ, ഞാനിത് കായ്ക്കൂല എന്ന് മാത്രമേ കേട്ടുള്ളൂ. അതായത് വലിയ വലിയ മരങ്ങൾ കേരളത്തിലുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം കായ്ക്കണ വെറൈറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വന്നിരുന്നു, അതും കായ്ച്ചില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു വെറൈറ്റി ഉണ്ട്. ഇതിന് ചെറിയ പ്രത്യേകതകളൊക്കെ ഉണ്ട്, ലീഫിലൊക്കെ മാറ്റങ്ങളുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ ഒരു വെറൈറ്റി ഇപ്പോൾ 4 മരം എൻ്റെ കയ്യിലുണ്ട് ഇതേപോലത്തെ. അതിൽ 3 എണ്ണം പൂ ഇട്ടിരുന്നു. അതിലൊരു മരത്തിൽ കായ പിടിച്ചു, മറ്റേലൊക്കെ പൂ കൊഴിഞ്ഞു പോയി. എന്തായാലും എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് കേരളത്തിൽ ഇവിടെ വെച്ച തൈകളിൽ ഫസ്റ്റ് കായ്ക്കണ മരം ഇത്. വേറെ ആർക്കെങ്കിലും എതിരഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. പിന്നെ പല ആളുകളും പുറത്തുനിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഫ്ലവറിങ്ങും കായത്, പക്ഷെ അത് ഇവിടെ പിടിച്ചായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എന്തായാലും ഇത് മണ്ണും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചാൽ നമ്മളെ ഇവിടെ കായ്ച്ച ഇതാണ് 100%. ചെറിയ കുഞ്ഞു തൈ വെച്ചിട്ട് വലുതായിട്ട് ഇവിടെ കായ്ച്ച മരമാണ്. ഇതിന്റെ തൈകൾ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണോ? ഇതിന്റെ തൈകളുണ്ടല്ലോ, ഇഷ്ടംപോലെ തൈകളുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇതിമ്മ തന്നെ ഈ കാഴ്ച മരത്തുമ്പോൾ തന്നെ വാറിയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അതുകൊണ്ട് തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ചട്ടികൾ പുതിയ സ്റ്റോക്ക് വന്നില്ലേ? ചട്ടികൾ പുതിയ സ്റ്റോക്ക് അറിയില്ലേ, ഭയങ്കര വില മാറ്റം വന്നു. അപ്പൊ നമ്മൾ ഇത് കണ്ടോ, 20 ഇഞ്ചിന്റെ പോട്ട്, ഏറ്റവും നല്ല ഉറപ്പുള്ള ചട്ടിയാണ്, മാവൊക്കെ വെക്കാൻ പറ്റിയത്. ഇതിപ്പോ സത്യത്തില് ഇപ്പൊ നമ്മൾ ഇതിവിടെ കൊടുത്തുകൊണ്ട് 300 രൂപക്കാണ്. ഇപ്പൊ ഇത് നമ്മൾ കൊടുക്കണമെങ്കിൽ ഒരു 400 രൂപയ്ക്കെങ്കിലും കൊടുത്താൽ 400 പുറത്ത് കൊടുത്താലേ നമുക്കിത് മുതലാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു മാർജിൻ എടുത്തിട്ട് ഒരു ഓഫർ റേറ്റിൽ ഒരു 330 രൂപക്ക് നല്ല ഫസ്റ്റ് ക്വാളിറ്റി ചട്ടിയാണ്. സൈസ് എത്ര? 20 ഇഞ്ച്. 330 രൂപക്ക് കൊടുക്കാം. 350 300 രൂപ കൊടുത്തിരുന്നു, ഹോൾസെയിൽ എടുക്കുമ്പോൾ 300 ആയിട്ട് കൊടുത്തിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ 330 കുറച്ചെടുത്ത് കൊടുക്കാൻ കഴിയില്ല. നല്ല ഫസ്റ്റ് ക്വാളിറ്റി ചട്ടിയാണ്. പിന്നെ അതിന്റെ 16 ഉണ്ട്. 16 150 രൂപ, 14 100 രൂപ. നല്ല ചട്ടികളാട്ടോ. 16 നല്ല ചട്ടി, നല്ല ഭംഗിയുള്ള ചട്ടി, 150 രൂപ. അപ്പോൾ ചട്ടികൾക്ക് സ്റ്റോക്ക് ഉണ്ട്. 14 ആകുമ്പോൾ 100 വരെ 80 രൂപ ഒക്കെ തന്നായി റേഞ്ച് വരുള്ളൂ. പിന്നെ അതിന്റെ താഴെ ഉണ്ട് 10ന്റെ ഒക്കെ 4 100 അങ്ങനെയുള്ള ആ ഒരു ഇപ്പോഴും കയറി. കാരണം ഒരുപാട് സ്റ്റോക്ക് കൂടെ ഉള്ളതുകൊണ്ട് അത് അങ്ങനെ പഴയ പോലെ തന്നെ കൊടുക്കാം. ഞാൻ മലപ്പുറം ടൗണിന്റെ അടുത്ത് പെരിങ്ങോട്ടുപുലം റെസിൻ എക്സോട്ടിക്, അതായത് സിവിൽ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് മൃഗാശുപത്രിൻ്റെ റോഡ് 3 കിലോമീറ്റർ, കോഴിക്കോട് പാലക്കാട് റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറണമെങ്കിൽ 1.5 കിലോമീറ്ററേ ഉള്ളൂ, ചട്ടിപ്പറമ്പ് വന്നാണെങ്കിൽ 3.5 കിലോമീറ്റർ. അപ്പോൾ കണ്ടോ കാട്ടിമോൻ്റെ അടിപൊളി തൈകൾ കണ്ടോ ഇല്ലേ? അത്യാവശ്യം ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉള്ള കേട്ടോ, എല്ലാത്തിലും ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാങ്ങളിലൊക്കെ ഇതിന്ന് പെറുക്കി പോയതാണ്. എല്ലാത്തിലും ഫ്ലവർ ഉണ്ട് കേട്ടോ. അതാ ഇതില്ലേ ഫ്ലവർ പറഞ്ഞാൽ ചെറുതിലും ഫ്ലവർ വരും, പക്ഷെ ഇത്
ചെടി അത്യാവശ്യം ഉണ്ട്, വലിയ ചെടികളാണ്, ഹെൽത്തി പ്ലാന്റുകളാണ്. ഹെൽത്തി പ്ലാനാണ്, ബുഷ് പ്ലാന്റാണ്, ബുഷായിട്ടുള്ളത്. നമുക്ക് എങ്ങനെ റേറ്റ് ഒക്കെ ഇതൊക്കെ നമുക്ക് ഒരു ഇപ്പോഴത്തെ ഒരു ശരിക്കും പറഞ്ഞത് 1000 രൂപ കൊടുത്തിരുന്ന സാധനമാണ്. ഇപ്പം നമുക്കൊരു 800 രൂപ ആയിട്ട് കൊടുക്കാം. ലാസ്റ്റ് 800 രൂപ കൊടുക്കാം. ഇത്രയും വലിയ പ്ലാന്റുകൾ ഈ 150 രൂപേൻ്റെ കാട്ടിമാൻ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളൊരു 150 രൂപ മുതലുള്ള നമ്മുടെ അടുത്ത്. പാകിസ്ഥാൻ ലെമണിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതിന്റെ മദർ പ്ലാന്റ് നമ്മൾ കാണിക്കാം, മദർ പ്ലാന്റ് ഇതിന്റെ കൂട്ടത്തിൽ കാണിക്കാം. എപ്പോഴും കായാണ്, ഓഫ് സീസണിൽ ഏത് ഫുൾ ടൈം കായ്ക്കും, ഓൾ സീസണായിട്ട് കായ്ക്കാണ്. ഇതാണ്ടോ, ഇതിൽ കണ്ടോ അതിൻ്റെ ഫ്ലവർ കണ്ടോ, ഇതേപോലെ നമ്മൾ ബുഷ് ഓറഞ്ച് വരുന്ന പോലെ തന്നെ, ബുഷ് ഓറഞ്ചിൻ്റെ സ്കിന്ന് പോലെ തന്നെയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ചെറുനാരകൻ, ഒറിജിനൽ ചെറുനാരകം അടിപൊളിയായിട്ട് കായ്ക്കും, കണ്ടിന്യൂ ആയിട്ട് കായ്ച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മളിപ്പോൾ ഓഫർ പ്രൈസായിട്ട് ഇതൊക്കെ 450-500 രൂപ കൊടുത്തിരുന്നത് അത് 300 രൂപ കൊടുക്കാം. 300 രൂപ കൊടുക്കാം അല്ലേ? ഇതുണ്ടോ ഡാങ് സൂര്യൻ്റെ അടിപൊളി ബുഷായ തൈകൾ കണ്ടോ, അടിപൊളി തൈകൾ. ഇതൊക്കെ എങ്ങനെ വരുന്നത്? ഇത് ശരിക്കും നമ്മൾ കൊടുത്തിന് 500 രൂപക്കാണ്. ഇത് നമുക്ക് ഇത്രയും നല്ല തൈ 400 രൂപ കൊടുക്കാം. ലാസ്റ്റ് ആയിട്ടുണ്ട് 400 രൂപ. നല്ല തൈയാണ്, നല്ല ഹെൽത്തി തൈയാണ്. ശരിക്കും ഇത് ചെറിയ ലാഭമൊന്നും കിട്ടിയിട്ടല്ല, എന്നാലും നമ്മൾ കൊടുക്കണം ഇങ്ങനെ. ഇത് കണ്ടോ, ഇതാണ് വൈറ്റ് ഡയമണ്ട്, ജപ്പാൻ പേരിൻ്റെ വൈറ്റ് ഉണ്ടോ. ഇതിപ്പോൾ നമ്മളെ പുതിയത് ഇതാ ഫുള്ള് പൂവോ വെട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിനും. ഇതൊക്കെ എങ്ങനെ റേറ്റ്? ഇത് നമ്മൾ ശരിക്ക് കൊടുക്കണം 400 രൂപ കൊടുക്കണം. ഇത് നമ്മളിപ്പോൾ 250 രൂപക്കാണ് ഇത്രയും ഫ്ലവറിങ് കാര്യങ്ങളും. ഇതെന്താ പറയുക, 100% അടിപൊളി ടേസ്റ്റ് ക്രിപ്സി ആയിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി ഇതാണ്. അതുമല്ല റെഡ് ഡയമണ്ടിനെ പോലെയല്ല, പെട്ടെന്ന് കായ വരുന്നുണ്ട്, കായ പിടിക്കണമുണ്ട്, നല്ല റിസൾട്ടുമാണ്, നല്ല സൈസും ഉണ്ട്. ഇതാണ് തായ് പിങ്ക്, റെഡ് പേര വരും. പക്ഷെ എന്ന് വെച്ചാൽ ഒരുപാട് ഇതിൻ്റെ മേലുള്ള സാധനമാണ്. വൈറ്റ് ഡയമണ്ട്, റെഡ് ഡയമണ്ട്, ജാർവിറയുടെ ഒക്കെ ഇതിൻ്റെ മേലുള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു വീട്ടിൽ വെക്കാൻ പറ്റിയ അടിപൊളി ഒരു പേരയാണ് ഈ തായ്വാൻ പിങ്ക് എന്ന് പറഞ്ഞ, തായ് പിങ്ക് എന്ന് പറഞ്ഞ പേര. ഇതിനൊക്കെ എങ്ങനെ റേറ്റ്? ഇത് ശരിക്കും നമ്മൾ കൊടുക്കുന്നത് 200 രൂപക്കാണ്. ഇപ്പൊ നമുക്ക് കുറച്ച് ദിവസം എന്തായാലും ഒരു 150 രൂപക്ക് ഇപ്പോൾ വരുന്ന ആളുകൾക്കൊക്കെ കൊടുക്കും. 150 രൂപ. ഇതാണ് കണ്ടോ, ഫുൾ എത്ര കായ ഉണ്ട് നോക്കി, ഇതിലാണ് നോക്കി എത്ര കായ ഉണ്ട് ഇതില് കണ്ടോ, ഒരു 10 കായ എങ്ങനെയാണ്. ഇതൊക്കെ നമുക്ക് പിടിക്കും. എന്താ പിടിക്കുക, എന്താ ചെറുതിനെ പിടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് റെഡ് ഡയമണ്ട് 1 എന്ന് പറയും. പിന്നെ അതേപോലെ തന്നെ ജാർവി റെഡ് എന്ന് പറയുന്ന സാധനം ചില നഴ്സറിലൊക്കെ 450-500 കൊടുക്കണമായിട്ട് നമ്മൾ കണ്ടു. ഇത് അടിപൊളി റിസൾട്ടാണ്. നമ്മൾ ശരിക്കും ബലൂൺ പോലെയാണ് ഇതിൻ്റെ, അതായത് ബൾബില്ലേ, ബൾബ് പോലെയാണ് ഇതിൻ്റെ പേരൊക്കെ വരിക. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്, ക്രിപ്സി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്, അടിപൊളി പേരാണ്. ഇതിപ്പോൾ നമ്മുടെ ഓഫറിൽ 250 രൂപ കൊടുക്കും. അപ്പോൾ കണ്ടോ, ഇത് ബുഷ് ഓറഞ്ച് ഉണ്ടോ, എത്ര കായ ഉണ്ട് ഇതിൽ അറിയോ. ഇതല്ല ശരിക്കും ഇതൊരു ഹൈബ്രിഡ് തന്നെയാണ് കേട്ടോ. മറ്റേ യെല്ലോ കളർ വരും പഴുക്കണ സമയത്ത്, ഹൈബ്രിഡ് തന്നെയാണ്. നല്ല കായ പിടുത്തമുണ്ട് കണ്ടോ, എല്ലാത്തിലും ഫുൾ കായും പൂവാണ് ഇതിലെല്ലാം കേട്ടോ, നിറയെ കായ്കളാണ്ടോ. ഇതൊക്കെ നമുക്ക് ഇത്രയും വലിയ തൈകൾ നമ്മൾ ഒരു എത്ര കൊടുത്തിരുന്നോ 200 രൂപക്കാണ് കൊടുക്കുന്നത്. 200 രൂപ കൊടുക്കുക. ഇത് 2 എടുക്കണമെങ്കിൽ നമുക്ക് 300 രൂപ കൊടുക്കാം. അപ്പൊ 150 വരുള്ളൂ. നല്ല തൈ കേട്ടോ, ഇതിന് ചെറുതുണ്ട്, നമ്മൾ കാണിക്കാം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ 2 വീട്ടിൽ വെച്ചാലും നഷ്ടമില്ല. ഇഷ്ടം പോലെ ജ്യൂസ് അടിക്കാനും ഏത് ആള് വരുമ്പോഴും 2-3 മരം ഉണ്ടെങ്കിൽ വേറെ ഒന്നും ആലോചിക്കണ്ട. 100 രൂപേന്റെ തൈകളുണ്ട്. ഒക്കെ ഉണ്ട്. ഇതും ഫുള്ള് കായ തന്നെയാണ്. ഇതാ കണ്ടോ, എല്ലാത്തിലും കായാണ് കണ്ടോ. ഇതും അതേ ഹൈബ്രിഡ് തന്നെയാണ്, നല്ല ബുഷ് ടൈപ്പാണ്. ബുഷ് ഓറഞ്ചാണ്, ബുഷ് തന്നെയാണ്, ഇഷ്ടംപോലെ കായ് വരുന്ന സാധനമാണ്. ഇത് നമുക്ക് 100 രൂപ കൊടുക്കും.